നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്നുണ്ടായത്. ജനങ്ങളുടെ സർക്കാർ ജനങ്ങളിലേക്ക് എന്ന ആശയത്തിലൂന്നി ഭാവി കേരളത്തിന്റെ വികസന രേഖ തയ്യാറാക്കാൻ പുറപ്പെട്ട സർക്കാരിനെ ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞു. രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർക്കാരിൻ്റെ സർവേ വേണ്ടെന്നും പരിപാടി നടത്താൻ ആവശ്യമായ ധനകാര്യ അനുമതി ഇല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സർവേ റദ്ദാക്കിയുള്ള ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിനെ കുറിച്ച് CPIM അറിവുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കിയ കോടതി ഇക്കാര്യത്തിൽ വിശ്വസനീയമായ വിശദീകരണം നൽകാൻ CPIM സാധിച്ചില്ല എന്നും പറഞ്ഞു. പാർട്ടി പ്രവർത്തകരെ രംഗത്തിറക്കി ഖജനാവിലെ പണം ചെലവഴിക്കുകയാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങളും ഇതോടെ ശക്തമാവുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സർക്കാർ സംവിധാനങ്ങളും പൊതുഖജനാവിലെ പണവും ദുരുപയോഗം ചെയ്ത് PR മുഖം മിനുക്കലിനാണോ നവകേരള സർവേയിലൂടെ സർക്കാർ ലക്ഷ്യം വെച്ചത്? കാണാം RDX റാപ്പ്. നവകേരള സർവേക്കെതിരെ പ്രതിപക്ഷം ഉയർത്തിയ വിമർശനങ്ങൾക്ക് ബലം പകർന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്നുണ്ടായത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം റദ്ദാക്കി ഉത്തരവിട്ടത്. രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക നിയമത്തിന്റെ വ്യതിചലനമാണ് നവകേരള സർവേയിലുള്ളതെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. ഉത്തരവ് വരും മുൻപ് തന്നെ CPIM സർവേ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നുവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലിയുമാണ് സർവേക്കെതിരെ കോടതിയെ സമീപിച്ചത്. സർക്കാരിന്റെ കരണത്തേറ്റ അടിയാണ് ഹൈക്കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിച്ചു. ഹൈക്കോടതി ഉത്തരവ് സർക്കാർ തിരിച്ചടിയാണെന്നും സർവേ റദ്ദാക്കിയത് രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിയാണോ എന്നറിയില്ലെന്നുമായിരുന്നു മന്ത്രി P. രാജീവിന്റെ പ്രതികരണം. കോടതി വിധിയെ തുടർന്ന് നവകേരള സർവേ നടപടികൾ നിർത്തിവെക്കാനാണ് സർക്കാർ തീരുമാനം. വിധി പകർപ്പ് കിട്ടിയ ശേഷമാകും അപ്പീൽ പോകണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. RDX റാപ്പ് ന്യൂസ് മലയാളം. കോടതി ഗുരുതരമായ പരാമർശങ്ങളാണ് ഇതിനെക്കുറിച്ച് നടത്തിയത്. സർവേയെക്കുറിച്ച് CPIM മുൻകൂർ അറിവുണ്ടായിരുന്നു. സർക്കാരിൻ്റെ സർവേയെക്കുറിച്ച് CPIM മുൻകൂർ അറിവുണ്ടായിരുന്നു എന്ന് കോടതി നിരീക്ഷിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ സർവേയെക്കുറിച്ച് പാർട്ടിക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുക? അങ്ങനെ അറിയാൻ പാടുണ്ടോ എന്നത് ചോദിച്ചു കോടതി. സർവേയിൽ നിന്ന് സർക്കാർ ഉത്തരവ് വരുന്നതിന് മുമ്പ് CPIM അണികൾക്ക് കത്തയച്ചു. ഇക്കാര്യത്തിൽ വിശ്വസനീയമായ വിശദീകരണം നൽകാൻ CPIM സാധിച്ചില്ല എന്നും കോടതി കാണുന്നു. ആക്ഷേപത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന മറുപടിയാണ് CPIM സംസ്ഥാന സെക്രട്ടറി നൽകിയത് എന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഇത് ഹർജിക്കാരുടെ ആരോപണത്തിന് ബലം നൽകുന്നതാണെന്നും ഹൈക്കോടതി കണ്ടു. നവകേരള സർവേ ആരംഭിച്ചത് ജനുവരി 1-ാം തീയതിയാണ്. ഈ മാസം 28-ന് പൂർത്തിയാക്കാനായിരുന്നു ഉദ്ദേശം. വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ വോളണ്ടിയർമാരായിട്ടായിരുന്നു സർവേ. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്ക് ചുമതല, ജില്ലാ തലത്തിൽ കലക്ടർക്ക് ചുമതല എന്നിങ്ങനെയായിരുന്നു. വികസനവും ക്ഷേമ പദ്ധതികളും ഊന്നിയായിരുന്നു സർവേയിലെ ചോദ്യങ്ങൾ. പുതിയ വികസന പദ്ധതികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒരു ചോദ്യമായിട്ടുണ്ടായിരുന്നു. 10 വർഷമായി നടക്കുന്ന വികസന പ്രവർത്തനം വിപുലീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ ഈ സർവേ വഴി തേടുന്നുണ്ടായിരുന്നു. നാട്ടുകാരോട് പുതിയ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആരംഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു. നിലവിലെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും ഈ സർവേ വഴി നാട്ടുകാരിൽ നിന്ന് തേടുന്നുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ വിശദാംശങ്ങൾ. അതായത് ചർച്ചയിൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് CPIM പ്രവർത്തകരെ ഉപയോഗിച്ച് സർക്കാർ പണം ചെലവാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനാണ് ശ്രമിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥരെ പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യിപ്പിക്കുന്നത് നാണം കെട്ട പരിപാടിയാണെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. CPM പ്രവർത്തകരെ വോളണ്ടിയർമാരായിട്ട് DYFI പ്രവർത്തകരെ വോളണ്ടിയർമാരായി നിശ്ചയിച്ചുകൊണ്ടുള്ള നവകേരള സർക്കാർ. ഈ വോളണ്ടിയർമാർക്ക് സർക്കാർ പണം കൊടുക്കുന്നു. അപ്പോൾ DYFIക്കാരെ കൊണ്ടും CPMകാരെ കൊണ്ടും സർവേ നടത്തിയിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താനും ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ആളുകളിൽ എത്തിക്കാനും നടത്തിയ ശ്രമമാണ്. സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യിക്കുന്ന ജോലിയാണ് ഇവർ ഏറ്റെടുത്തത്. നാണം കെട്ട പരിപാടിയല്ലേ അവർ ചെയ്യാൻ തീരുമാനിച്ചത്? നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് പരിശോധിക്കുമെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. സാങ്കേതിക പ്രശ്നമാണെങ്കിൽ പരിഹരിക്കും. സർവേ റദ്ദാക്കിയത് രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിയാണോ എന്നറിയില്ല എന്നും P. രാജീവ് പറഞ്ഞു. എന്തായാലും റദ്ദാക്കിയതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വിധി പൂർണ്ണമായിട്ട് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. ചിലപ്പോൾ സാങ്കേതികമായ പ്രശ്നമാണെങ്കിൽ സാങ്കേതികമായ പിഴവ് നികത്തും. അതല്ല വേറെ പ്രശ്നങ്ങളാണെങ്കിൽ അതെന്താണെന്ന് പരിശോധിച്ചിട്ട് തുടർ നടപടി സ്വീകരിക്കും. അതല്ല ഞങ്ങൾ അപ്പീൽ പോകേണ്ട ഭാഗങ്ങളുണ്ടോ എന്നുള്ളത് വിധി കിട്ടിയിട്ടായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. അപ്പീൽ പോകേണ്ടതാണെങ്കിൽ അപ്പീൽ പോകും. തിരുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുമ്പോഴാണെങ്കിൽ തിരുത്തിക്കൊണ്ട് ചെയ്യും. എന്തായാലും ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്താ തോന്നുന്നത്? അല്ല, അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടെ, അതായത് ഈ 2 LDF സർക്കാരുകൾ, പിണറായി സർക്കാരുകൾ ഇങ്ങനെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ, അതായത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു ചിന്ത എന്ന് പറയുന്നത്, സർക്കാർ നടപ്പാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങളൊന്നും സാധാരണക്കാരുടെ ഇടയിലേക്ക്, ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നില്ല, ആ മട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് സർക്കാർ എത്തിച്ചേർന്നു. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് കൂടി ഇതിനെ കണ്ടോ എന്ന് നമ്മൾ ന്യായമായും സംശയിക്കണം. മാത്രമല്ല, ഇതിൽ PRD വഴി ഒരു സംവിധാനം ഇവിടെയുണ്ട്. PRD വഴി വേണമെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങളെ അറിയിക്കാം, അതിനുവേണ്ടി പണം ചെലവഴിക്കാം. അതിനൊരു സംവിധാനം ഇവിടെ നിലനിൽക്കെ സമാന്തരമായ ഒരു സർവേ എന്ന നിലയ്ക്ക് ഇത് ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ പലതാണ്. ഇപ്പോൾ സർക്കാർ അങ്ങനെ ഒരു സർവേ നടത്തിയാലും അതിനെ സർക്കാർ നടത്തുന്ന ഒരു സർവേ എന്ന മട്ടിൽ വേണമെങ്കിൽ കാണാമായിരുന്നെങ്കിൽ പോലും സംഭവിച്ചത് എന്താണ്? അതിനു മുമ്പ് തന്നെ പുറത്തു വന്നത് എന്താ? CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന നേതൃത്വം താഴെത്തട്ടിലേക്ക് കൊടുത്ത കമ്മ്യൂണിക്കെ, അതാണ് പുറത്തു വന്നത്. എന്താണ്? ഇങ്ങനെ ഒരു സർവേ നടക്കുന്നു, ആ സർവേയിൽ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച്, വളണ്ടിയർമാരായി ആ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പ്രാദേശികമായി ഇടപെടുന്ന ഒരു ശ്രമം വേണം, അതിൽ ശ്രദ്ധ വേണം എന്നുള്ള കമ്മ്യൂണിക്കേഷൻ പോയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ കൂടി എത്തുമ്പോൾ ഇതൊരു രാഷ്ട്രീയ ആയുധമാണ് എന്നുള്ള ആരോപണം അവർ ഉന്നയിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ കോടതിയെ സമീപിക്കാൻ തന്നെ തീരുമാനിച്ചത്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് കോടതിയെ സമീപിച്ചവരിൽ ഒരു പ്രധാനപ്പെട്ടയാൾ. അപ്പോൾ ആ നിലയ്ക്ക് കോടതിയെ കൂടി സമീപിക്കാൻ അവർ തീരുമാനിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുക അങ്ങനെയാണ്. ഇതിലൂടെ എന്താണ് സർക്കാർ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ കരുതുന്നത്, ഈ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാം. പ്രാഥമികമായി അത് തന്നെ ഒന്നാമത്തെ കാര്യമാണ്, ആളുകളെ അറിയിക്കാവുന്ന ഒരു കാര്യം. പിന്നെ ഫീഡ്ബാക്ക് എടുക്കുകയാണ്, ഈ വികസന പ്രവർത്തനങ്ങളുടെ ഫീഡ്ബാക്ക് എടുക്കുന്നു. 2, പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ എന്നത്. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ പുതിയ നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരും. പ്രാദേശികമായി പ്രവർത്തകർക്ക് ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പുതിയൊരവസരം കൂടി, അത് ഒരു ഔദ്യോഗിക സ്വഭാവത്തോടെ എത്താൻ വേണ്ട ഒരവസരം കൂടി ആ നിലയ്ക്ക് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ പുതിയ മാനിഫെസ്റ്റോ ഒക്കെ ഉണ്ടാകുമ്പോഴേക്ക് താഴെത്തട്ടിൽ നിന്ന് ഇനി എന്ത് വേണം എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം അത് സർക്കാരിന് ലഭിക്കും, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് തന്നെ അത് ലഭിക്കും എന്ന് വേണമല്ലോ കരുതാനായിട്ട്. അപ്പോൾ ആ നിലയ്ക്ക് അതിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു സർവേ ആയിരുന്നു ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ഇങ്ങനെ നടപ്പാക്കാൻ തീരുമാനിക്കുകയും രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കാൻ, ചിലപ്പോൾ ഇത് ഈ മട്ടിലൊന്നും ആയിരിക്കില്ല കേട്ടോ. അതായത് ഇത് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ ഇങ്ങനെ ഒരു സർവേ വരുന്നുണ്ട് എന്നറിയുമ്പോൾ അവിടേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാധാരണ ഇത്തരം സർക്കാർ പരിപാടികൾ വരുമ്പോൾ അവിടേക്ക് പരമാവധി അവരവരുടെ പ്രവർത്തകരെ തിരുകാനുള്ള ശ്രമം നടത്തും. കാരണം അവർക്ക് കൂടുതൽ ജനങ്ങളുമായി ബന്ധമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ആ നിലയ്ക്ക് കാര്യങ്ങൾ ആളുകളിൽ നിന്ന് ആ ഫീഡ്ബാക്ക് വരുമ്പോഴും ആ സ്വഭാവത്തിൽ തന്നെ വരണമെന്നൊക്കെയുള്ള ചിന്ത, ആളുകളെ ഇത് പറഞ്ഞ് ബോധിപ്പിക്കുക കൂടിയാണല്ലോ ഈ പോകുന്ന ആളുകളുടെ ഉദ്ദേശം. അപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങൾ അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്നൊക്കെയുള്ള ചിന്തയിൽ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അത്. പക്ഷേ അതിനപ്പുറത്തുള്ള 100 ആരോപണങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു നീക്കം തന്നെയായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സർക്കാർ ഇങ്ങനെ ഒരു നീക്കത്തിന് നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന് പകരം PRDയുടെ മാർഗങ്ങളിലൂടെ തന്നെ കാര്യങ്ങൾ ആളുകളിൽ എത്തിക്കാൻ പുതിയ രീതികൾ പയറ്റാമായിരുന്നു. വേണമെങ്കിൽ PRDക്ക് തന്നെ ഈ ഫണ്ട് അനുവദിച്ചുകൊണ്ട് PRDയെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്താം. ഇനി വേറൊരു കാര്യം, കോടതി ഇതിൽ വിധി പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നതുകൊണ്ടല്ല ഇതിനെ ഇപ്പോൾ സ്റ്റേ കൊടുത്തിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ബജറ്റ് അലോക്കേഷനോ ഫിനാൻഷ്യൽ സാങ്ഷനോ ഇല്ലാതെ സാമ്പത്തിക നയം ലംഘിച്ചുകൊണ്ട് ഇത് നടപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കാരണം. അല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത്, ഇതുവരെ വന്ന വിധിയുടെ വിവരങ്ങൾ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ഈ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട വളണ്ടിയർമാരാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ പ്രചാരണം പോലെയാണ് എന്ന് കോടതി വിലയിരുത്തുമ്പോഴും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇത് തൽക്കാലം നിർത്തിവെക്കാനുള്ള കാരണം, അതിൻ്റെ സ്റ്റേ കൊടുക്കാനുള്ള കാരണം ഈ സാമ്പത്തിക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചില്ല എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയൊക്കെ വിരളമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് കൂടുതൽ ചർച്ചയ്ക്ക് വഴിവെക്കുകയും പിന്നീട് അനാവശ്യമായ ഒരു സമയനഷ്ടത്തിലേക്കും കൂടുതൽ അതിൻ്റെ ഈ പറയുന്ന പ്രചാരണത്തിൻ്റെ മറ്റ് സാഹചര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താനുള്ള സമയം ഇതിനു വേണ്ടിയിട്ട് വൃഥാ ചെലവഴിക്കേണ്ടിയും വരുന്നൊരു സാഹചര്യത്തിലേക്ക് ഇനി പോകാൻ സാധ്യതയുണ്ടോയെന്നും എനിക്ക് സംശയമാണ്. പിന്നെ ചെറിയ ഈ സാമ്പത്തിക കാര്യങ്ങളിലെ ഇത്തരം ചട്ടങ്ങളിലെ ചില ക്രമക്കേടോ അല്ലെങ്കിൽ വീഴ്ചയോ മാത്രമാണുള്ളതെങ്കിൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളത് സർക്കാർ അന്വേഷിക്കുകയും ചെയ്യും. ഇതിൽ പക്ഷേ എനിക്ക് അതായത് ഇവർ ചെയ്ത ശരിയായില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. നവകേരള സർവേ എന്ന് പറഞ്ഞ സർവേ സർക്കാർ ഈ സമയത്ത് നടത്തരുതായിരുന്നു എന്ന് എനിക്കിപ്പോൾ കോടതി പറഞ്ഞപ്പോഴല്ല, ഈ സർവേയുടെ വിവരങ്ങൾ വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുകയാണ്, ഇനി മാസങ്ങളോ ദിവസങ്ങളോ തന്നെയുള്ളൂ ഈ സർക്കാരിന് എന്ന് നമ്മൾ കാണണം. അപ്പോൾ ഈ സർക്കാർ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നത് എന്തിനാണ്?
ജനാധിപത്യത്തിൽ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇവരാണോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷമാണോ ഭരണത്തിലേക്ക് വരിക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവരുടെ ഫീഡ്ബാക്ക് വാങ്ങിയിട്ട് കുറെ കൂടെ നല്ല കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് പറയാൻ ഈ സർക്കാരിന് ഇപ്പോൾ എന്തായാലും അവകാശമില്ലാത്തതാണ്. അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ് ഞങ്ങൾ മൂന്നാം സർക്കാർ വരും എന്ന് അവർ വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെ മൂന്നാം സർക്കാർ വന്നേക്കാം. പക്ഷേ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് ചെയ്തിട്ട് ആരെ കൊണ്ടുവരണം എന്നുള്ള ഒരു ആംബിഗ്യൂറ്റി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെ ഇതങ്ങ് നടപ്പാക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സർവേ ആയിട്ട് കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്, എന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് എടുത്തിട്ട് കുറേ കൂടെ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർവേ നടന്നതെന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. കാരണം പുതിയ സർക്കാർ ആര് വരുമെന്ന് താത്വികമായിട്ടും റിയലിസ്റ്റിക്കായിട്ടും നമുക്ക് ആർക്കും അറിയില്ല. ഇനി രണ്ടാമത് എന്നാൽ സംശയിക്കാനുള്ള കാര്യമുണ്ടല്ലോ, അതായത് ഇപ്പോൾ കോടതിയും പ്രതിപക്ഷവും പറയുന്ന കാര്യമുണ്ടല്ലോ, അതായത് തെരഞ്ഞെടുപ്പ് സർവേ ആയിട്ട് ഇതിന് ഉപയോഗിക്കുന്നു. സർക്കാരിൻ്റെ പണം 20 കോടി രൂപ ചിലവാക്കിയിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ട എന്ത് വേണം എന്ന കാര്യം അറിയാൻ വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ആക്ഷേപത്തിന് ഒരു ഗൗരവതരമായുള്ള വശമുണ്ടല്ലോ എന്ന് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ഫീഡ്ബാക്ക് എടുത്തിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നിരിക്കുക എന്താ ചെന്ന് ചോദിക്കുന്നത്, ഞങ്ങളുടെ ഈ പറയുന്ന സർക്കാരിൻ്റെ സംവിധാനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് എത്തിയോ, സർക്കാരിൻ്റെ സൗജന്യങ്ങളും അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്കിടയിൽ എത്തിയോ എന്നുള്ള ഫീഡ്ബാക്കാണ് എടുക്കുന്നതെങ്കിൽ അത് വേണമെങ്കിൽ കുറേ കൂടെ ഒരു വർഷം മുമ്പെങ്കിലും നടപ്പാക്കാമായിരുന്നു. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് എടുത്തിട്ട് ഈ സർവേയിലെ വിവരങ്ങൾ ആകെ ശേഖരിച്ചിട്ട് അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ CPIM-നെ സഹായിക്കാനായിട്ട്, അതായത് CPIM-നെ സഹായിക്കാനുള്ള ഒരു വിവരശേഖരണം നടത്താനായിട്ട് സർക്കാരിൻ്റെ പണം ചെലവിടുക എന്ന കാര്യം നടത്തുന്നു എന്ന സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമായി പോയി ഇത്. അത് നിശ്ചയമായിട്ടും ഈ സർക്കാർ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ പൊതുവിൽ ഈ സർക്കാരിൻ്റെ പല കാര്യങ്ങളെയും പൊതുവിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ അങ്ങനെയെല്ലാം കാര്യങ്ങൾ വൃത്തിക്കും വെടിപ്പിനും ചെയ്ത ഈ സംസ്ഥാന സർക്കാർ പക്ഷേ ഈ ഘട്ടത്തിൽ പോയിട്ട് അമിതമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം, അതായത് മൂന്നാം സർക്കാർ ഉറപ്പായിട്ടും കിട്ടണം എന്ന് അമിതമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വഴിവിട്ടൊരു നടപടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു വഴിവിട്ട നടപടിയായി എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത് കോടതി പറയുന്നതിന് മുമ്പേ തന്നെ എനിക്ക് തോന്നിയിരുന്നു. കാരണം ഈ ഘട്ടത്തിൽ നമ്മൾ ജനാധിപത്യ സംവിധാനങ്ങളോടും തെരഞ്ഞെടുപ്പ് കാലത്തെ ജനങ്ങളോടുമൊക്കെ ഒരു മാന്യത കാണിക്കുക എന്ന് വെച്ചാൽ പിന്നെ ഇത്തരം കാര്യങ്ങൾക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. CPM-ന് സർവേ നടത്താം. CPM പാർട്ടിയുടെ കൈവശമുള്ള പണമെടുത്തിട്ട് പാർട്ടിയുടെ കേഡർമാരെ പറഞ്ഞയച്ചിട്ട് ഈ നമ്മുടെ സർക്കാരിൻ്റെ എന്ന് വെച്ചാൽ ഈ പാർട്ടിയുടെ സർക്കാരാണല്ലോ, CPM-ൻ്റെ സർക്കാരാണല്ലോ, CPM-ൻ്റെ സർക്കാർ ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങോട്ട് എത്തിയോ, ഇതേ ചോദ്യങ്ങൾ തന്നെ സർവേ ആയിട്ട് കൊടുത്തിട്ട് CPM-ൻ്റെ പണം ചിലവാക്കിയിട്ട് CPM-ൻ്റെ പ്രവർത്തകരെ കൊണ്ട് ഈ സർവേയെല്ലാം നടത്തിച്ചാൽ ആർക്കൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ കനകോല് നടത്തുന്നു എന്ന് പറയുന്നു, പലതരത്തിലുള്ള സർവേകൾ നടക്കുന്ന ഒരു സമയമാണ്. നമ്മൾ കാണേണ്ടത് തെരഞ്ഞെടുപ്പ് കാലത്ത് മുക്കിന് സർവേകൾ നടത്തുന്ന ഈ സമയത്ത് ഭരണപക്ഷത്തിന് മാത്രമേ ഇങ്ങനെ സർക്കാരിൻ്റെ പണം ചെലവഴിച്ചിട്ടൊരു സർവേ നടത്താൻ പറ്റുകയുള്ളൂ. മറ്റുള്ളവരെല്ലാം അവരവരുടെ കാശ് മുടക്കിയിട്ടാണ് ഈ പരിപാടി മുഴുവൻ നടത്തുന്നത്. ഓരോ മണ്ഡലങ്ങളിലും ഏത് ആളുകളെ മത്സരിപ്പിക്കണമെന്ന പോലുള്ള കാര്യങ്ങൾ പോലും ചോദിക്കുന്ന അങ്ങനെയാണ്. ഈ സർക്കാരിൻ്റെ വീഴ്ചകൾ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ തീർത്തും കേരളത്തിൽ മുൻകാലങ്ങളിൽ കേട്ടിട്ടില്ലാത്ത ഒരു പരിപാടിയായിപ്പോയി ഇത്. അതുകൊണ്ട് കോടതി ആ നിലക്ക് നന്നായിട്ട് വിമർശിച്ചത് നന്നായി എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഒരല്പം വഴിവിട്ടാണ് ഈ സർവേ ഉണ്ടായതെന്നുള്ള തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന ഹർഷം പറഞ്ഞാണ് എൻ്റെ വസ്തുത. കോടതി പക്ഷേ ഇത്തരം കാര്യങ്ങളിലേക്കല്ല ഫോക്കസ് ചെയ്ത്, കാരണം ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടോ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിൻ്റെ സമ്മതമില്ലാതെയോ ആണ്, അങ്ങനെ ധനാനുമതി കിട്ടാതെയുമാണ് ഇങ്ങനെ സർവേക്ക് പണം ചെലവഴിച്ചത് എന്ന കാര്യമാണ് കോടതി കണ്ടത്. അത് ശരിയായ കാര്യമല്ല എന്ന് കണ്ടിട്ടാണ്, സാങ്കേതികമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ സർക്കാരിന് ഈ കാര്യമൊക്കെ പിടിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് വർത്തമാനം പറഞ്ഞു നോക്കാം. പക്ഷേ അത് ഹർഷം പറഞ്ഞ പോലെ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത ഒരു ബൃഹത്തായ ജനസമ്പർക്ക പരിപാടിയായിരുന്നു നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയോ എന്ന് തിരിച്ചറിയാൻ ലക്ഷ്യമിട്ട് നടത്തിയ സർവേ പക്ഷേ എടുത്തുചാട്ടമായി പോയോ എന്ന സംശയത്തിലാകും ഇപ്പോൾ സംസ്ഥാന സർക്കാർ. ബജറ്റ് വകയിരുത്തലോ കൃത്യമായ ധനകാര്യ അനുമതിയോ ഇല്ലാതെ തുടങ്ങിയ ഒരു സർവേ എന്ന രീതിയിലാണ് കോടതി നവകേരള സർവേയെ വിലയിരുത്തിയിട്ടുള്ളത്. ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സർക്കാരിൻ്റെ തുടർ വികസന പ്രചരണങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെയുള്ള ശക്തമായ ആയുധമായി ഹൈക്കോടതി വിധി മാറി എന്നതിൽ തർക്കമില്ല. പൊതുഖജനാവ് ദുരുപയോഗം ചെയ്യുന്നു എന്ന പ്രതിപക്ഷ ആരോപണം കോടതി വിധിയിലൂടെ കൂടുതൽ ബലപ്പെടുകയാണ്. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി അനുകൂല വിധി സമ്പാദിച്ച് പ്രതിച്ഛായ മെച്ചപ്പെടുത്താനാണോ ഇനി സർക്കാർ ശ്രമിക്കുക? കാത്തിരുന്ന് കാണാം. അടുത്ത വിഷയത്തിലേക്ക്.